സ്റ്റുഡിയോയിൽ ഒരാളിന് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ യാത്ര ചെയ്തെത്താൻ ഒരു തിരക്കിൽപ്പെട്ടുപോയി, ഒരു റീപ്ലേസ്മെന്റ് ഉണ്ട്, പെട്ടെന്ന് മറ്റൊരാളിനെ കയറ്റി വായിക്കുക, അങ്ങനെ 1, 2, 3 പേര് അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സമയത്ത് അങ്ങനെ ഒരുപക്ഷെ എത്തിച്ചേർന്നില്ല, കൃത്യമായിട്ട് റീഡിങ്ങിന് എത്താൻ പറ്റിയില്ലെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഒന്നാമത് ഇത് ആദ്യത്തെ ഒരു ഇതാണല്ലോ, അപ്പം ആർക്കാണ് എപ്പോഴാണ് ടെൻഷൻ വരുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു സ്റ്റാൻഡ് ബൈ ആൾ എല്ലാ തവണയും, ഇപ്പോൾ ഒരാളുടെ ഡ്യൂട്ടി ആണെങ്കിൽ ഞങ്ങൾ ഒരു സ്റ്റാൻഡ് ബൈ ആൾ എന്തായാലും ഉണ്ടാവും. അങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ ഇപ്പോൾ ഒരു സ്വകാര്യ ചാനലിന്റെ കാലം തുടങ്ങുന്ന സമയം, അതായത് ദൂരദർശനന്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്താണ് സ്വകാര്യ ചാനലുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയത്? ദൂരദർശന് എന്തെങ്കിലും ഒരു സെറ്റ് ബാക്ക് ഉണ്ടാകുമെന്നോ, അല്ലെങ്കിൽ ഈ സ്വകാര്യ ചാനലുകൾ വരുമ്പോൾ നല്ലതാകുമെന്നോ ചീത്തയാകുമെന്നോ, അങ്ങനെ എന്തെങ്കിലും ഒരു വിലയിരുത്തലൊക്കെ അന്ന് നിങ്ങൾ സഹപ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നോ ദൂരദർശനുമായി? അല്ല, എന്ന് വെച്ചാൽ അത് നമ്മൾക്ക് അതിൻ്റെ ഒരു പ്രൈവറ്റ് ചാനലിൻ്റെ ഇഫക്റ്റ് നമ്മൾ അറിയണമെങ്കിൽ ശരിക്കും ഒരു 4-5 വർഷമെങ്കിലും പോയി. അപ്പം ഇപ്പോൾ ഏഷ്യാനെറ്റൊക്കെ വന്ന് അവർ കുറച്ച് പിന്നെയല്ലേ ഓരോരുത്തർ വരുന്നത്. അപ്പം ആ സമയത്ത് ശരിക്കും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത വരേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ സമയത്തും എല്ലാം ദൂരദർശൻ ഒരു പീക്കിൽ തന്നെയാണ് നിന്ന്. പിന്നെ ഒരു ഒരു തിരമാല പോലുള്ളൊരു ബാഹുല്യം വന്നപ്പോഴാണ് പിന്നെ ഗവൺമെൻറ് സെറ്റപ്പിൽ, കാരണം ഒരുപാട് പേര് റിട്ടയർ ചെയ്ത് പോയി. ഇപ്പം ഇവിടെ ഇപ്പം പുതിയ റിക്രൂട്ട്മെൻറ്റ് വളരെ കുറവാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ പ്രോഗ്രാംസ് ഒക്കെ കുറഞ്ഞു വന്നപ്പോഴാണ് ശരിക്കും അല്ലെങ്കിൽ ദൂരദർശൻ്റെ അത്രയും റിച്ചായിട്ട് ഇത്രയും ഡോക്യുമെൻ്ററീസും ഷോർട്ട് ഫിലിംസും ഒക്കെ ഉള്ള ഒരു അതെ, അങ്ങനെ ഒരു ചാനലും ഇല്ല. അപ്പം ആ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരേണ്ട കാര്യമേ ഇല്ല. നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ഇത് തന്നെയാണ്. പിന്നെ ഇപ്പം അതാണ് ഒരു പ്രോഗ്രാംസും എല്ലാം കുറഞ്ഞു വന്നു, ഒരു മാൻ പവർ ഒക്കെ കുറഞ്ഞു വന്നതിൻ്റെ അങ്ങനെയാണ് ഇപ്പോൾ ഏതാണ്ട് ന്യൂസ് മാത്രം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പലരും സ്വകാര്യ ചാനലുകളിലേക്കൊക്കെ ഷിഫ്റ്റായി. ചേച്ചി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നടത്താത്ത? ദൂരദർശൻ തന്നെ ഓഫറുകളൊക്കെ വന്നിരുന്നു, പക്ഷെ എനിക്ക് ദൂരദർശൻ വിട്ടുപോകാൻ തോന്നിയില്ല. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആരാണ് ഹേമലത എന്ന് ജനങ്ങളിൽ എത്തിച്ചത് ദൂരദർശനാണ്. അതെ, അതായത് ഞാൻ ദൂരദർശനിലെ ആളായിട്ട് തന്നെ, അപ്പം അതിൽ നിന്ന് മാറണം എന്ന് എനിക്ക് തോന്നിയില്ല. അപ്പം എനിക്ക് ഓഫർ വന്നപ്പോൾ ഞാൻ വളരെ വിനയപൂർവ്വം അങ്ങ് നിരസിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് തോന്നിയില്ല, കാരണം ഇതാണ് എൻ്റെ മദർ ഓർഗനൈസേഷൻ, ഞാൻ ഇവിടെ തന്നെ, അപ്പം എത്രയായാലും ഞാൻ ഇവിടെ നിൽക്കുകയുള്ളൂ എന്നുള്ളത് അതുകൊണ്ടാണ് എനിക്ക്